ഇ പാൻ കാർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാൻ കാർഡ്. നമ്മളുടെ പാൻ കാർഡിന്റെ ഒരു ഇലക്ട്രോണിക് വെർഷൻ എന്നതിനെയാണ് നമ്മൾ ഇ പാൻ കാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാൻ കാർഡ് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു 15 ദിവസത്തിൽ മുതൽ 20 ദിവസം വരെ വലുപ്പം വരുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അത് വരാൻ കുറച്ച് സമയമാവും. സോ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വന്ന സമയത്താണ് ഈ പാൻ കാർഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എടുത്തിട്ട് വന്നത്. ഈ പാൻ കാർഡ് നമുക്ക് നമ്മളുടെ ഓൺലൈനിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ സമയമാണ് അവർ പറയുക. 1 മണിക്കൂർ എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ പാൻ കാർഡ് ജനറേറ്റ് ആവുകയും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ പാൻ കാർഡിന് നമ്മുടെ ഒറിജിനൽ പാൻ കാർഡ് പോലെ വാലിഡിറ്റി ഇല്ല, അതിന്റെ ഉപയോഗിക്കുന്ന സ്ഥലത്തൊന്നും ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല, അങ്ങനെ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതൊന്നും അല്ല, ഈ പാൻ കാർഡ് ഒറിജിനൽ പാൻ കാർഡ് തന്നെയാണ്. ആ പാൻ നമ്പർ ജനറേറ്റ് ആയത് സെയിം തന്നെയാണ്. ഓക്കെ, സോ ഈ പാൻ കാർഡ് എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. This is Babu Madhusudanan. Welcome to Mallu Helpline. സോ ഈ പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ നമുക്ക് ആദ്യം എന്താ വെച്ചാൽ, ഈ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്ന നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻകം ടാക്സിന്റെ ഒരു വെബ്സൈറ്റ് വരും. ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് ലോഡായി. സോ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം അതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഹോം പേജിലേക്ക് ക്ലിക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും പേജിലാണ് നിങ്ങൾ ലോഡ് ആയതെങ്കിൽ ഹോം പേജ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് വരും. അതിൽ നമുക്ക് ഈ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് ക്വിക്ക് ലിങ്ക്സ് കാണും. ഇതിൽ ഇൻസ്റ്റന്റ് ഇ പാൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, ഇൻസ്റ്റന്റ് ഇ പാൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ അതിന് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സൈറ്റ് ലോഡായിട്ട് വരും. സോ സൈറ്റ് ലോഡായി വന്നു. സോ ഈ ഒരു സൈറ്റില് നമുക്ക് താഴെയായിട്ട് 2 ഓപ്ഷൻ കാണിക്കും. ഗെറ്റ് ന്യൂ ഇ പാൻ, ചെക്ക് സ്റ്റാറ്റസ് പാസ്, ഡൗൺലോഡ് പാൻ. സോ ഈ ഗെറ്റ് ന്യൂ ഇ പാൻ എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ലോഡ് ആവും. ഇതിൽ നമുക്ക് ആദ്യം നമ്മളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. സോ ഈ ഒരു പേജിൽ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അതിന് താഴെ ഒരു ചെക്ക് ബോക്സ് കണ്ടല്ലോ, ഐ കൺഫേം ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ പാൻ നമ്പർ ഒന്നും തന്നെ ഇല്ല. എൻ്റെ ആക്റ്റീവ് മൊബൈൽ നമ്പർ തന്നെയാണ് ഞാൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ആധാർ കാർഡിൽ അവൈലബിൾ ആണ്. ഞാൻ മൈനർ അല്ല. കാരണം ഈ 4 കാര്യങ്ങളാണ്. മൈനർ ആ വ്യക്തികൾക്ക് ഈ പാൻ കാർഡ് എടുക്കാൻ സാധിക്കില്ല. രണ്ടാമത്തേത്, ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പണ്ടൊക്കെ ഇല്ലേ വെറും ഇയർ ഓഫ് ബർത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഈ പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആധാർ ഫസ്റ്റ് കറക്ഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്റ്റീവ് മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം. ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കണം. കാരണം OTP വരും. അതേപോലെ നിങ്ങൾക്ക് മറ്റൊരു പാൻ നമ്പർ ഉണ്ടാവാനും പാടില്ല. സോ ഓക്കെ, ഫസ്റ്റ് ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഐ കൺഫേം സെക്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ബാക്കി കാണിക്കാം. സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു കൺസെന്റ് ഫോം വരും. ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം അതൊക്കെ തന്നെയാണ്. ഇവിടെ താഴെയായിട്ട് ഐ ഹാവ് റെഡ് എന്നിട്ട് ഡീറ്റെയിൽസ് ചെയ്ത് ഗെറ്റ് ജനറേറ്റ് ആധാർ OTP എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ ഇങ്ങനെ ഒരു സെക്ഷൻ ഓപ്പൺ ആവും. ഇവിടെ നമുക്കൊരു OTP വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ OTP ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് ഐ എഗ്രി എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ OTP എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സ്ക്രീനിൽ കാണിക്കും. ഞാൻ ഇതൊക്കെ ഒന്ന് ബ്ലേഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ കാണിക്കുന്ന ഡീറ്റെയിൽസിൽ അവരുടെ ഫോട്ടോ, അവരുടെ ആധാർ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഡീറ്റെയിൽസ് കാണിക്കും. ഇപ്പൊ ഇവരുടെ ഇമെയിൽ ID ഇതും ലിങ്ക് ആയിട്ടില്ല. സോ നിങ്ങൾക്ക് ഇമെയിൽ ID ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഇമെയിൽ ID എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇമെയിൽ ID ലിങ്ക് ചെയ്യാവുന്നതാണ്. സോ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിടാം. അതിനുശേഷം താഴെയുള്ള ഈ ഐ അക്സെപ്റ്റ് ദാറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം വീണ്ടും കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ അവിടെ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് റെക്കമെൻഡ് ടു വാലിഡേറ്റ് ഇമെയിൽ ID എന്ന് കാണിച്ചിട്ടുണ്ട്. വാലിഡേറ്റ് ഇമെയിൽ ID വേണമെന്നുണ്ടെങ്കിൽ പാൻ ഡേറ്റാബേസിൽ ഇല്ല, അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാന്നാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, വാലിഡേറ്റ് ചെയ്യാം. വാലിഡേറ്റ് ചെയ്ത് ഇമെയിൽ ID എൻ്റർ ചെയ്യേണ്ടി വരും. അതിലേക്ക് ഒരു OTP വരും, അത് വാലിഡേറ്റ് ആവും. സോ ഇമെയിൽ ID വേണമെന്നുള്ളവർ കൊടുക്കാം, വേണ്ടാന്നുള്ളവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അപ്പോൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്തായാലും ഞാൻ ആ ഇമെയിൽ ID വാലിഡേറ്റ് എന്ന് കൊടുത്ത് കാണിച്ചു തരാം. സോ അതിനായിട്ട് നമ്മൾ ആ ലിങ്ക് ഇമെയിൽ ID പറഞ്ഞു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. അവിടെ നമ്മൾ നമ്മളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. എന്നിട്ട് സെൻഡ് OTP എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിങ്ങനെ കാണിക്കും. ഇമെയിൽ IDയിലേക്ക് OTP സെൻഡ് ആയിട്ടുണ്ട്. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ കാണിക്കും. ഞാനത് കൊടുക്കാം. സോ കൊടുത്തതും നമുക്ക് ഇമെയിൽ ID വാലിഡേറ്റഡ് എന്ന് കാണിച്ചു. കണ്ടില്ലേ? അതിനുശേഷം വീണ്ടും താഴെ പോയിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ വീണ്ടും കൊടുക്കാം. സോ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കും, നിങ്ങളുടെ ഈ പാൻ റിക്വസ്റ്റ് സബ്മിറ്റ് ആയി, അക്നോളജ്മെന്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് വന്നു. ഈ അക്നോളജ് നമ്പർ സേവ് ചെയ്ത് വെക്കുക. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പൊ എന്താ ഞാൻ അതിന്റെ സ്റ്റേറ്റസ് ഒന്ന് കാണിച്ചു തരാം. ഈ ഹോം പേജിൽ തന്നെ നമുക്ക് വീണ്ടും ഇൻസ്റ്റന്റ് ഇ പാൻ കാർഡ് എന്ന് പറഞ്ഞ ഈ സെക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് താഴെ 2 ഓപ്ഷൻ കാണിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. സോ അതില് രണ്ടാമത്തെ ഓപ്ഷൻ
അതാ ഈ ചെക്ക് സ്റ്റേറ്റസ് എന്ന് പറയുന്ന ഈ സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസിൽ കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ വീണ്ടും അത് OTP വാലിഡേഷൻ ചോദിക്കും. നിങ്ങളുടെ ആധാർ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP പോയിട്ടുണ്ടാവും. ആ OTP എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചോ ഇൻ പ്രോഗ്രസ് ആണ്. താങ്ക് യു ഫോർ യൂസിങ് ഇ പാൻ സർവീസ്. ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യാണ്. പ്ലീസ് ചെക്ക് ആഫ്റ്റർ 1 hour. 1 മണിക്കൂറിന് ശേഷം ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏകദേശം ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിൽ ഈ ഒരു ഇൻ പ്രോഗ്രസും സക്സസ് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. ഇ പാൻ ജനറേറ്ററിലും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ തന്നെ ഡൗൺലോഡ് പാൻ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. സോ ആ ഡൗൺലോഡ് പാൻ കാർഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാൻ കാർഡ് നമ്മുടെ PDF ഓപ്പൺ ആവും. ആ PDF ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. DDMMYYYY എന്ന ഫോർമാറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതായത് ജനുവരി 1, 2001 ജനിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 01/01/2001 എന്നാണ് പാസ്വേഡ്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാൻ കാർഡ് ഓപ്പൺ ആവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പുറത്ത് ഈ കാർഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ ഈ സെറോക്സ് ഷോപ്പിലൊക്കെ സാധാരണ ഇതിലുണ്ടാവും. കാർഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനെ കാർഡ് ആക്കിയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും പാൻ കാർഡുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് നമ്മൾ പാൻ കാർഡ് ജനറേറ്റ് ചെയ്യേണ്ടത്. സോ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഏകദേശം വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. അതിൽ 96% പേരും കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് നമുക്ക് പേയ്മെന്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അതൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, സോ മറ്റൊരു മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.